നെഞ്ചിലേറ്റിയ യുവജനമേ, നെഞ്ചിലേറ്റിയ യുവജനമേ, അണിചേരുക നാം നീതിക്കായി, അണിചേരുക നാം നീതിക്കായി. ജാതിക്കോട്ടകൾ തകരട്ടെ, ജാതിക്കോട്ടകൾ തകരട്ടെ, ജാതിക്കോട്ടകൾ തകരട്ടെ. ജനാധിപത്യം പുലരട്ടെ, ജനാധിപത്യം പുലരട്ടെ. മനുഷ്യരൊന്നായി തീരട്ടെ, നീതി സൂര്യൻ ഉദിക്കട്ടെ. കണ്ണു തുറക്കൂ സർക്കാര്, കണ്ണു തുറക്കൂ പോലീസ്. കേസ് മുക്കാൻ നോക്കണ്ട, നീതി തരാതെ പോവണ്ട. ഇനിയൊരു നിധിനോ വേണ്ടേ വേണ്ട, ഇനിയൊരു നിധിനോ വേണ്ടേ വേണ്ട. മാപ്പില്ല 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 മാപ്പില്ല, മറക്കില്ലോട്ട് മറക്കില്ല. നീതി നിഷേധിക്കപ്പെടുമ്പോൾ, മനുഷ്യത്വം നിലനിൽക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്നതും കുറ്റകരമാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ജാതി നിഷേധത്തിന് ഇരയായി സ്വയം ജീവൻ വെടിയേണ്ടി വന്ന നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുന്നതും കുറ്റകരമാണ്. നീതി നിഷേധം യോഗ്യത്വമൂലം മുതൽ നിരുത്സാഹനവും ഈ നീതി നിഷേധം ഞങ്ങൾ ഇനി അനുവദിക്കുന്നു. കലാലയങ്ങളിൽ ജാതി മതിലുകൾ പണിയുന്നവർ അറിയുക, വിവേചനം കലാലയത്തിന് അപമാനമാണ്. വിവേചനം ഈ ജനാധിപത്യത്തിന് ശാപമാണ്. ജാതി അഭിഷേകത്തെ തുടർന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ 1ാം വർഷ BDS വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുത്തശ്ശ രക്ഷാ ദേവസഭ യുവജന സംഘം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുമില്ലാതെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ, മനുഷ്യത്വം മരവിപ്പിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ ജാതി അഭിഷേകത്തെ തുടർന്ന് സ്വയം ജീവൻ വേണ്ടി വന്ന വിദ്യാർത്ഥി യുവജന സംഘം ജാതിക്കോട്ടകൾ തകർക്കുക, മനുഷ്യത്വ പുനരത്തെ അറിവ് നേടാൻ വരുന്നവർക്ക് ജാതിയുടെ തൂക്കുമരമല്ല, മറിച്ച് തുല്യനീതിയുടെ ആകാശമാണ് വരുന്നത്. ജാതി മതിലുകൾ നേരട്ടെ, തുല്യനീതി പുലരട്ടെ. ജാതി വിദ്യാർത്ഥി നിയമസഭ യുവജന സംഘം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ ആവണത്തിന് ആയുധമാക്കും വാക്കുകളിനിയും ആദ്യല്ലാതെ
അങ്ങ് ഞങ്ങൾ ആ ഭവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ ഞങ്ങളോട് പറഞ്ഞത്, കൈകൾ പിടിച്ചവരുടെ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത്, നീതി കിട്ടുന്നവരെ ഞങ്ങളോടൊപ്പം നിൽക്കുമോന്ന് വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. നീതി കിട്ടുന്നവരെ. വിദ്യാലയം എന്ന് പറയുന്നത് അറിവിന്റെ കേന്ദ്രമാകുമ്പോൾ അധ്യാപകൻ എന്ന് പറയുന്നത് മനുഷ്യനാക്കി മാറ്റുവാൻ, നല്ല മനുഷ്യനാക്കി മാറ്റുവാൻ അറിവ് പകർന്നു കൊടുക്കേണ്ടവരായി മാറുന്ന അധ്യാപകർ തന്നെ അവന്റെ മരണത്തിന് കാരണമാകുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, കലാലയത്തിലെ വംശീയതയും കലാലയത്തിലെ ജാതീയതയും എത്രമാത്രം മുകളിലേക്ക് പോകുന്നു. കൊച്ചു കുട്ടികളിൽ പോലും ജാതി വിഷം നിൽക്കുന്ന ഈ കേരളമേ, നിങ്ങളിത് കാണുന്ന മനുഷ്യനായി കാണുവാൻ സാധിക്കാത്ത നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക, കേവലം കുറച്ചു കാലത്തെ ജീവിതമാണ് ഈ ഭൂമിയിലുള്ളത്. ഏതാണ്ട് ശരാശരി 60 മുതൽ 70 വയസ്സ് വരെയാണ് ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത്. ഈ ശരാശരി 60 മുതൽ 70 വരെ ആയുസ്സുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുക, ജാതിയിൽ മേൽക്കോയ്മയുണ്ടെങ്കിൽ, സമ്പത്തിൽ മേൽക്കോയ്മയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, 70 വയസ്സിനകത്ത് ജാതി മേൽക്കോയ്മ ഉണ്ട്, സമ്പത്തിന്റെ മേൽക്കോയ്മ കൊണ്ട് ഞാൻ എന്ത് നേടി? മറിച്ച് മനുഷ്യരെന്ന് സ്നേഹത്തോടെ കാണുവാൻ സാധിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ വക്താക്കളാക്കി മാറുവാൻ ഈ കേരളത്തിലെ ജനതയ്ക്ക് പറ്റാത്തിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ചത് വലിയ കൃത്യവിലോപമാണ്, ഭരണഘടനയുടെ ലംഘനമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 21 വരെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിരിക്കുന്ന മുഴുവൻ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾ 14 പറയുന്ന ഈക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന് മുമ്പിൽ ജാതി, വർഗം, വർണ്ണം വ്യത്യാസമില്ലാതെ എല്ലാവരും, എല്ലാ പൗരനും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. ആർട്ടിക്കിൾ 15 പറയുന്നത് പോലെ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, അവന് പഠിക്കുവാൻ വിദ്യാലയത്തിലും പൊതുയിടങ്ങളിലും തുല്യത ഉണ്ടാവണമെന്നുള്ള അവകാശം അതവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മിടുക്കനായിരുന്നു പയ്യൻ, അവനോട് കയറക്കുമ്പോൾ, അവനോട് മോശപ്പെടുത്തുമ്പോൾ സ്ലം ഡോഗ് എന്ന് അവനെ വിളിച്ചു പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഒരു അധ്യാപകനെ അദ്ദേഹത്തെ കാണുവാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അവന്റെ സഹപാഠികൾ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല, നെടുമങ്ങാട് വീട്ടിൽ പോയപ്പോൾ അവന്റെ സഹപാഠികൾ അവിടെ എത്തി. ഒരു കുട്ടി വിറയാർന്ന കൈകളാൽ പറഞ്ഞത്, അങ്ങേര് അദ്ദേഹം എന്ന് വിളിക്കാൻ കൊള്ളില്ല, അയാളെന്ന് വിളിക്കാൻ കൊള്ളില്ല, മൃഗമാണ്, ആ മൃഗത്തിന്റെ പ്രവർത്തനത്തിലാണ് ഇവർ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ നാളിതുവരെയായും ആ മൃഗത്തെ പിടിക്കുവാൻ ഇവിടുത്തെ നിയമത്തിന് സാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഇത്തരം ഒരു പ്രതിഷേധം ഇവിടെ നടത്തുവാൻ പ്രത്യക്ഷ രക്ഷാ ദേവസ്വയുടെ യുവജന സംഘം കാരണമാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അട്രോസിറ്റി ആക്ട് നിലനിൽക്കുന്ന ഈ ഭരണഘടന സംരക്ഷണം നൽകുന്ന ഓരോരുത്തരായും ഞങ്ങൾ ജീവിക്കുമ്പോൾ ഭരണഘടന സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ തെരുവോരങ്ങളിൽ ഇറങ്ങുവാൻ പ്രത്യക്ഷ രക്ഷാ ദേവസ്വ അടക്കമുള്ള ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ തയ്യാറാണെന്ന് പറയുവാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് അട്രോസിറ്റി ആക്ട് പ്രകാരം നിമിഷങ്ങൾക്കകം കേസെടുക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ ആ കേസ് പോലും എടുക്കാതെ കേവലം 10,000 രൂപയുടെ ആപ്പിൽ നിന്നും പൈസ എടുത്തെന്ന് പറഞ്ഞ് മനുഷ്യരെ മണ്ടന്മാരാക്കുന്ന നിയമങ്ങൾ ഇവിടുത്തെ നിയമപാലകർ പറഞ്ഞുകൊണ്ട് വീണ്ടും കുറ്റാരോപിതരായവരെ രക്ഷിക്കുവാൻ എടുക്കുന്ന നിയമത്തിന്റെ പഴുതുകൾ നൽകുന്ന ഇവിടുത്തെ നിയമം അത് മാറ്റി എഴുതപ്പെടേണ്ടതാണ്. നിയമങ്ങൾ മാറണം, നിയമനിർമ്മാണം നടത്തണം. പ്രത്യക്ഷ രക്ഷാ ദേവസ്വയുടെ യുവജന സംഘം ആവശ്യപ്പെടുന്നത് നിയമ ഭേദഗതി, നിയമനിർമ്മാണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഇനിയൊരു കെവിനും, ഇനിയൊരു ബിന്ദുവും, ഇനിയൊരു അനീഷും, ഇനിയൊരു സിദ്ധാർത്ഥും, ഇനിയൊരു നിതിൻ രാജും ഉണ്ടാകുവാൻ ഇവിടുത്തെ നിയമം സമ്മതിക്കരുതെന്ന് വലിയ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഞങ്ങളിവിടെ നടത്തുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഇത് നീതി നീണാൽ വാഴട്ടെ, ജാതി പോയി തുലയട്ടെ, ജാതിക്കോട്ടകൾ തകർത്തിയിടാൻ അണിചേരുക നാം മാനവരെ, പ്രതിഷേധം PRDS in പ്രതിഷേധം, ഇല്ല പുറകോട്ട്, ഓരോ അടിയും മുൻപോട്ട്, പ്രതിഷേധം PRDS in പ്രതിഷേധം.